നമസ്കാരം, മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. റമദാൻ വ്രതാനുഷ്ഠാനം കണക്കിലെടുത്ത് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റേതുൾപ്പെടെ പരിശോധനകൾ കർശനമാക്കി ദുബായ് നഗരസഭ. പരിശോധനകൾക്കായി മാത്രം 400ഓളം ഉദ്യോഗസ്ഥരെ നിയോഗിച്ചതായി ഷാർജ നഗരസഭ അധികൃതർ. കേരളത്തിലും നാളെ മുതൽ റമദാൻ വ്രതത്തിന് തുടക്കം. പൊന്നാനിയിലും കാപ്പാടും ഉൾപ്പെടെ മാസപ്പിറവി കണ്ടു. പാലസ്തീൻ ജനതയുടെ അന്യാധീനപ്പെടുത്താനാവാത്ത അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം അന്താരാഷ്ട്ര സമൂഹം ഏറ്റെടുക്കണമെന്ന് കുവൈറ്റിന്റെ UN സ്ഥിരം പ്രതിനിധി നാസർ അബ്ദുള്ള അൽഹായൻ. UN മനുഷ്യാവകാശ ഹൈക്കമ്മീഷണറുമായുള്ള സംഭാഷണത്തിലാണ് ഇക്കാര്യം ചർച്ചയായത്. അവിദഗ്ധ തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കാനുള്ള നടപടികളുമായി അബുദാബി. പ്രൊഫഷണൽ ജോലിക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള നടപടികളും സ്വീകരിച്ചു വരുന്നതായി റിപ്പോർട്ട്. അവിദഗ്ധ മേഖലകളിലേക്ക് തൊഴിൽ തേടിയെത്തുന്ന ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് തിരിച്ചടിയാകുന്നതാണ് പുതിയ നടപടി. കോഴിക്കോട് താമരശ്ശേരിയിൽ വിദ്യാർത്ഥികളുടെ ഏറ്റുമുട്ടലിൽ മരിച്ച മുഹമ്മദ് ഷഹബാസിന് വിട നൽകി നാട്. പൊതുദർശനത്തിൽ പൊട്ടിക്കരഞ്ഞ സുഹൃത്തുക്കൾ. ആക്രമിച്ച 5 വിദ്യാർത്ഥികൾക്കെതിരെ കൊലക്കുറ്റം. സഹപാഠികളുടെ ഞെട്ടിക്കുന്ന ഇൻസ്റ്റഗ്രാം ശബ്ദ സന്ദേശം പുറത്ത്. മർദ്ദനത്തിൽ ഷഹബാസിന്റെ തലയോട്ടി തകർന്നുവെന്ന് FIR. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിനെതിരെ വിദർഭയ്ക്ക് മികച്ച ലീഡ്. രണ്ടാം ഇന്നിംഗ്സിൽ 4ന് 249 റൺസ് എന്ന നിലയിൽ. 4ാം ദിനം വിദർഭയുടെ ലീഡ് 286 റൺസ്. കരുൺ നായർക്ക് സെഞ്ചുറി. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇംഗ്ലണ്ടിനെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് 7 വിക്കറ്റ് ജയം. ഇന്ത്യ ന്യൂസിലൻഡ് മത്സരം നാളെ ഉച്ചയ്ക്ക്. റമദാൻ വ്രതാനുഷ്ഠാനം കണക്കിലെടുത്ത് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റേതുൾപ്പെടെ പരിശോധനകൾ കർശനമാക്കി ദുബായ് നഗരസഭ. ഷോപ്പിംഗ് മാളുകൾ മുതൽ തൊഴിലാളി താമസ കേന്ദ്രങ്ങളിൽ വരെ റമദാന്റെ ഭാഗമായുള്ള പരിശോധനകൾ നടക്കും. റെസ്റ്റോറന്റുകൾ, കഫറ്റീരിയകൾ ഉൾപ്പെടെയുള്ള ഭക്ഷ്യശാലകളുടെ പരിശോധനയ്ക്കായി മാത്രം 400ഓളം ഉദ്യോഗസ്ഥരെ നിയോഗിച്ചതായി ഷാർജ നഗരസഭ അധികൃതരും അറിയിച്ചു. റമദാൻ നോമ്പുകാലം കണക്കിലെടുത്ത് ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ ഉൾപ്പെടെയുള്ള ഭക്ഷ്യശാലകളിലും മാളുകൾ, റമദാൻ ചന്ത ഉൾപ്പെടെയുള്ള ഇടങ്ങളിലും കർശന പരിശോധനകൾ ആരംഭിച്ചതായി ദുബായ് മുനിസിപ്പാലിറ്റി അറിയിച്ചു. കഫേകൾ, സലൂണുകൾ, ഷോപ്പിംഗ് മാളുകൾ, നിത്യോപയോഗ വസ്തുക്കൾ വിൽക്കുന്ന ഇടങ്ങൾ തുടങ്ങി തൊഴിലാളി താമസ കേന്ദ്രങ്ങളിൽ വരെ റമദാൻ പ്രമാണിച്ചുള്ള പ്രത്യേക പരിശോധനകൾ നടക്കും. റമദാൻ ടെന്റുകൾക്കും തുറന്ന ഇടങ്ങളിലെ പരിപാടികൾക്കുമായി 100ഓളം സ്ഥാപനങ്ങൾക്കാണ് അനുമതി നൽകിയിരിക്കുന്നത്. ഇറച്ചി ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താനുള്ള നടപടികൾ നഗരസഭ കൈക്കൊണ്ടിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ പൊതുജനങ്ങൾക്ക് നഗരസഭയെ നേരിട്ട് അറിയിക്കാം. 800-900 എന്ന ടോൾ ഫ്രീ നമ്പറിലാണ് പരാതികൾ ബോധിപ്പിക്കേണ്ടത്. അറവുശാലകളുടെ ശുചിത്വവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്താനുള്ള പരിശോധനകളും ആരംഭിച്ചു. അറവുശാലകളിൽ നേരിട്ടെത്തിയല്ലാതെ മൊബൈൽ ആപ്പ് വഴി സാധനങ്ങൾ വാങ്ങാൻ പൊതുജനങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഷാർജ നഗരസഭയും റമദാൻ പ്രമാണിച്ചുള്ള പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട്. 380 ജീവനക്കാരെയാണ് ഭക്ഷ്യശാലകളിലെ പരിശോധനകൾക്കായി മാത്രം ഷാർജ നഗരസഭ നിയോഗിച്ചിട്ടുള്ളത്. മാളുകൾ ഉൾപ്പെടെയുള്ള ഷോപ്പിംഗ് കേന്ദ്രങ്ങളിൽ റമദാൻ പ്രമാണിച്ചുള്ള തിരക്കാണ്. ഗൾഫിൽ കനത്ത ചൂടുകാലത്തല്ല ഇത്തവണത്തെ റമദാൻ നോമ്പുകാലമെന്ന പ്രത്യേകതയുമുണ്ട്. അമൃത ന്യൂസ്, ദുബായ്. കേരളത്തിൽ വിശുദ്ധ റമദാനിന് നാളെ തുടക്കം. വിവിധയിടങ്ങളിൽ മാസപ്പിറവി ദൃശ്യമായി. വിശ്വാസി സമൂഹത്തിന് ഇനി 1 മാസക്കാലം ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും നാളുകൾ. ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിലൊന്നായ പരിശുദ്ധ റംദാനായുള്ള കാത്തിരിപ്പിലായിരുന്നു വിശ്വാസികൾ. ഇനിയുള്ള 1 മാസക്കാലം വ്രതാനുഷ്ഠാനങ്ങളുടെയും പ്രാർത്ഥനകളുടെയും ദിനരാത്രങ്ങളാണ്. പകൽ അന്നപാനീയങ്ങൾ വെടിഞ്ഞ് സർവവും നാഥനിൽ അർപ്പിച്ച് പ്രാർത്ഥനയിലാകും വിശ്വാസികൾ. പുണ്യങ്ങളുടെ പൂക്കാലമായി കരുതുന്ന ഈ വിശുദ്ധ മാസമാണ് ഇസ്ലാമിക ചരിത്രത്തിലെ പല സുപ്രധാന സംഭവങ്ങൾക്കും സാക്ഷിയായത്. മാനവരാശിക്കായി വിശുദ്ധ ഖുർആൻ അവതരിച്ചത് റമദാനിലാണെന്നാണ് വിശ്വാസം. 1000 മാസത്തെ പ്രാർത്ഥനയുടെ പുണ്യം നൽകുന്ന ലൈലത്തുൽ ഖദറും പാവപ്പെട്ടവരെ ചേർത്ത് നിർത്തുന്ന സക്കാത്തും ഈ പുണ്യമാസത്തിന്റെ തിളക്കമേറ്റുന്നു. ഞാൻ എല്ലാവരെയും ചേർത്ത് പിടിക്കും. എല്ലാവരോടും ഒത്തൊരുമയോടെ കൂട്ടായ്മയോടെ ജീവിക്കും. നാടിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സർവസ്വം സമർപ്പിക്കും എന്ന പ്രാർത്ഥന അധിഷ്ഠിതമായി സൃഷ്ടാവായ റബ്ബിന് വിനയാന്വിതനായി സർവസ്വം സമർപ്പിച്ച് കഴിയുക എന്നതാണ് പരിശുദ്ധമായ റമദാനിൻ്റെ ഏറ്റവും വലിയ സന്ദേശം. പകലിലെ ഉപവാസത്തിനു ശേഷം വൈകിട്ട് നടക്കുന്ന ഇഫ്താർ വിരുന്നുകൾ കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഒത്തുചേരാനുള്ള വേദികളാകും. അമൃത ന്യൂസ്, മലപ്പുറം.
പരിശുദ്ധ റമദാനിന്റെ തത്വം ഉൾക്കൊണ്ട് വിശ്വാസികൾ വ്രതാനുഷ്ഠാനങ്ങൾ നടത്തണമെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. മാസപ്പിറവി സ്ഥിരീകരിച്ചതിനു ശേഷം പ്രതികരിക്കുകയായിരുന്നു തങ്ങൾ. പരിശുദ്ധ റമദാനിന് അതിൻ്റെ എല്ലാ വിധത്തിലുള്ള പ്രാധാന്യവും കണക്കിലെടുത്തുകൊണ്ട് അത് ആത്മസംസ്കരണത്തിൻ്റെ മാസമാണ്, കാരുണ്യത്തിൻ്റെ മാസമാണ്, നരക വിമോചനത്തിൻ്റെ മാസമാണ്. കാരുണ്യവും മഗ്ഫിറത്തും, അതായത് നമുക്ക് അള്ളാഹു പുറത്തു തരുന്ന ഒരു മാസം കൂടിയാണ് റമദാൻ. എന്നതുപോലെ തന്നെ നരക വിമോചനത്തിൻ്റെ കൂടി ഒരു മാസമാണ്. അപ്പോൾ ആ കാര്യങ്ങളിലെല്ലാം ബദ്ധശ്രദ്ധരായിക്കൊണ്ട് റമദാൻ മാസത്തെ ധന്യമാക്കാൻ എല്ലാ വിശ്വാസികളും തയ്യാറാക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ വർഷം റമദാൻ മാസത്തിലെ കാലാവസ്ഥ പൊതുവെ മികച്ചതും വസന്തകാലത്തിന് സമാനവുമായിരിക്കുമെന്ന് കുവൈറ്റ് കാലാവസ്ഥാ നിരീക്ഷകൻ ഈസ റമദാൻ. രാത്രിയിൽ തണുത്ത കാലാവസ്ഥ തുടരുന്നതോടെയാണ് മാസം ആരംഭിക്കുന്നത്. പകൽ സമയത്ത് ക്രമേണ കാലാവസ്ഥ മിതമാകും. ആദ്യ ആഴ്ചയിൽ മേഘങ്ങൾ പ്രത്യക്ഷപ്പെടും. ഒറ്റപ്പെട്ട മഴയ്ക്കും മൂടൽമഞ്ഞിനും ഉയർന്ന ഈർപ്പത്തിനും സാധ്യതയുണ്ട്. അടുത്ത വാരാന്ത്യത്തിൽ വടക്കു പടിഞ്ഞാറൻ കാറ്റ് വീശും. പകൽ സമയത്ത് രണ്ടാമത്തെയും മൂന്നാമത്തെയും ആഴ്ചകളിൽ താപനില ക്രമേണ ഉയരാൻ തുടങ്ങും. രാത്രിയിൽ തണുപ്പ് അനുഭവപ്പെടുകയും ഇടയ്ക്കിടയ്ക്ക് മഴയ്ക്ക് സാധ്യതയുമുണ്ടാകും. റമദാൻ 21-ന് രാത്രിയും പകലും തുല്യമാകും. ഗൾഫ് രാജ്യങ്ങളിലെയും ഇറാഖിലെയും മിക്ക പ്രദേശങ്ങളിലും കാലാവസ്ഥ മികച്ചതായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭക്തിയോടെയും ആത്മീയ സംസ്കരണത്തിന്റെയും മാസമായ വിശുദ്ധ റമദാനിൽ പുണ്യവും ആത്മീയ ചൈതന്യവും നേടിയെടുക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുന്നതിന് ജിദ്ദ KMCC ദാവ വിംഗ് ജിദ്ദയിലെ വിവിധ ഇസ്ലാമിക സംഘടനകളെ പ്രതിനിധീകരിച്ച് പ്രശസ്ത മതപണ്ഡിതന്മാർ പങ്കെടുത്ത അഹ്ലാൻ റമദാൻ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് സമുദായം ഐക്യത്തോടെ വർത്തിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് പ്രഭാഷകർ പറഞ്ഞു. ജിദ്ദ KMCC ജനറൽ സെക്രട്ടറി VP മുസ്തഫയുടെ അധ്യക്ഷതയിൽ ജിദ്ദ KMCC പ്രസിഡന്റ് അബൂബക്കർ അരിമ്പ്ര സംഗമം ഉദ്ഘാടനം ചെയ്തു. മുസ്തഫ ബക്കാവി, മുജീബ് റഹ്മാനി, അനീസ് സ്വാലിഹ് കൊച്ചി, കാസിം സഖാഫി, തസ്ലിം അൻസാരി, ഉമർ ഫാറൂഖ്, മുജീബ് ഇർഫാനി എന്നിവർ വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് പ്രഭാഷണം നടത്തി. പാലസ്തീൻ ജനതയുടെ അന്യാധീനപ്പെടുത്താനാവാത്ത അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം അന്താരാഷ്ട്ര സമൂഹം ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിച്ച് ജനീവയിലെ UN ഓഫീസിലേക്കും മറ്റ് അന്താരാഷ്ട്ര സംഘടനകളിലേക്കുമുള്ള കുവൈറ്റിന്റെ സ്ഥിരം പ്രതിനിധി നാസർ അബ്ദുള്ള അൽ ഹൈൻ. UN മനുഷ്യാവകാശ കൗൺസിലിന്റെ 58ാമത് സെഷനിൽ UN മനുഷ്യാവകാശ കമ്മീഷണറുമായുള്ള സംഭാഷണത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. അധിനിവേശ പാലസ്തീൻ പ്രദേശങ്ങളിലെ ശത്രുതകൾ ഉടനടി അവസാനിപ്പിക്കേണ്ടതിന്റെയും മാനുഷിക സഹായം തടസ്സമില്ലാതെ എത്തിക്കേണ്ടതിന്റെയും പ്രാധാന്യം അംബാസഡർ അൽ ഹൈൻ വ്യക്തമാക്കി. ഗാസ മുനമ്പിലെയും അധിനിവേശ വെസ്റ്റ് ബാങ്കിലെയും സാഹചര്യങ്ങൾ വളരെ മോശമാവുകയാണ്. അതിക്രമങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങളുടെ വലിയ തോതിലുള്ള നാശം, സാധാരണക്കാരെ ബലമായി ഒഴിപ്പിക്കൽ എന്നിവ തുടരുന്നു. ഏറ്റവും ഒടുവിൽ ജനിൻ അഭയാർത്ഥി ക്യാമ്പിലാണ് ഇത് സംഭവിച്ചതെന്നും അംബാസഡർ അൽ ഹൈൻ ചൂണ്ടിക്കാട്ടി. യമനിൽ കോളറ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് സൗദി അറേബ്യ $20 ലക്ഷം സഹായം നൽകുന്നു. ഇതിനുള്ള കരാറിൽ കിങ് സൽമാൻ, ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് ആൻഡ് റിലീഫ് സെന്ററും ലോകാരോഗ്യ സംഘടനയും ഒപ്പുവച്ചു. പുതിയ ധനസഹായത്തിലൂടെ യമനിൽ നിലവിലുള്ള കോളറ പ്രതിസന്ധി നേരിടാനുള്ള ശ്രമങ്ങൾ സൗദി അറേബ്യ ശക്തിപ്പെടുത്തുകയാണ്. 4ാമത് റിയാദ് ഇന്റർനാഷണൽ ഹ്യൂമാനിറ്റേറിയൻ ഫോറത്തിനിടെ കിങ് സൽമാൻ റിലീഫ് സെന്റർ ഓപ്പറേഷൻസ് ആൻഡ് പ്രോഗ്രാംസ് അസിസ്റ്റന്റ് സൂപ്പർവൈസർ അഹമ്മദ് ബിൻ അലി അൽ ഖബാസും ലോകാരോഗ്യ സംഘടന റീജിയണൽ ഡയറക്ടർ ഡോക്ടർ ഹനാൻ ബൽഖിയുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. ദുബായിലെ പാർക്കിംഗ് നിരക്കിൽ ഏപ്രിൽ 1 മുതൽ മാറ്റം വരുന്നു. ജനസാന്ദ്രത, വാഹന പാർക്കിങ്ങിനുള്ള ആവശ്യകത, പൊതുഗതാഗത സംവിധാനങ്ങൾക്കടുത്തുള്ള പാർക്കിംഗ് എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളായി തിരിച്ച് നിരക്ക് ഈടാക്കാനാണ് തീരുമാനം. A, B, C, D എന്നിങ്ങനെ 4 പാർക്കിംഗ് സോണുകളാണ് ദുബായിലുള്ളത്. രാവിലെ 8 മണി മുതൽ 10 മണി വരെയും വൈകിട്ട് 4 മുതൽ 8 മണി വരെയും എല്ലാ പാർക്കിംഗ് സോണുകളിലെയും പ്രീമിയം പാർക്കിംഗ് ഇടങ്ങളിൽ മണിക്കൂറിന് 6 ദിർഹം ഈടാക്കും. മറ്റ് സമയങ്ങളിൽ എല്ലാ പാർക്കിംഗ് ഇടങ്ങളിലും നിലവിലുള്ള നിരക്ക് തുടരും. രാത്രി 10 മുതൽ പുലർച്ചെ 8 മണി വരെ ഫ്രീ പാർക്കിംഗ് അനുവദിക്കും. ദേറ, ബർദുബായ്, ഡൗൺ ടൗൺ, ബിസിനസ് ബേ, ജുമൈറ, അൽവാസൽ റോഡ് തുടങ്ങിയ സ്ഥലങ്ങളിലെ വാണിജ്യ മേഖലകളും പ്രീമിയം പാർക്കിംഗ് വിഭാഗത്തിൽ ഉൾപ്പെടുമെന്ന് ദുബായിലെ പാർക്കിംഗ് സൗകര്യങ്ങൾ നടപ്പാക്കുന്ന പാർക്കിംഗ് കമ്പനി വ്യക്തമാക്കി. അവിദഗ്ധ തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കാനുള്ള നടപടികളുമായി അബുദാബി. പകരം പ്രൊഫഷണൽ ജോലിക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള നടപടികളും സ്വീകരിച്ചു വരുന്നതായി ദേശീയ ദിനപത്രം റിപ്പോർട്ട് ചെയ്തു. സാങ്കേതിക മേഖലകളിലെ വികസന പ്രവർത്തനങ്ങൾക്കാണ് അബുദാബി ഇപ്പോൾ ശ്രദ്ധ കൊടുക്കുന്നത്. IT ഉൾപ്പെടെ പുതിയ കാല സാങ്കേതിക വിദ്യകളിൽ പ്രാവീണ്യമുള്ളവരെയാണ് ഇതിനാവശ്യം. അവിദഗ്ധ മേഖലകളിലേക്ക് തൊഴിൽ തേടിയെത്തുന്ന ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് തിരിച്ചടിയാകുന്നതാണ് പുതിയ തീരുമാനമെന്ന് വിലയിരുത്തപ്പെടുന്നു. ഭാഷാ പ്രാവീണ്യം, ഏതെങ്കിലും തൊഴിൽ മേഖലയിൽ വൈദഗ്ധ്യം എന്നിവ ഉള്ളവർക്കാകും ഇനി കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭിക്കുക. 3 വർഷത്തോളമായി UAE സ്വദേശവൽക്കരണ നടപടികളും ഊർജിതമാക്കിയിട്ടുണ്ട്.
സൗദിയുടെ തലസ്ഥാന നഗരിയായ റിയാദിലും പ്രധാന നഗരമായ ജിദ്ദയിലുമായി സിനർജിയ നോളജ് ഷെയറിംഗ് പ്ലാറ്റ്ഫോമിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ബിസിനസ് ശില്പശാല രാജ്യത്തെ ബിസിനസ്സുകാർക്ക് ദിശാബോധം നൽകുന്നതായി. സിനർജിയ നോളജ് ഷെയറിംഗ് പ്ലാറ്റ്ഫോമിന്റെ ആഭിമുഖ്യത്തിൽ റിയാദിലും ജിദ്ദയിലുമായി ഖസാഖ് ബെഞ്ചാലി നയിച്ച ബിസിനസ് ശില്പശാലയിൽ രജിസ്റ്റർ ചെയ്ത 100-ലേറെ പ്രവാസി സംരംഭകർ പങ്കെടുത്തു. മാറിവരുന്ന കാലത്തിനനുസരിച്ച് ബിസിനസ്സിൽ പുതിയ രീതികൾ ആവിഷ്കരിച്ചില്ലെങ്കിൽ പരാജയപ്പെട്ടു പോകുമെന്ന് ഖസാഖ് ബെഞ്ചാലി പറഞ്ഞു. അതായത് ഒരു ഇൻഡസ്ട്രിയുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 5-6 വർഷമാകുക, ഇൻഡസ്ട്രി തന്നെ ഇല്ലാതാകുന്ന രീതിയിലേക്ക് ഹൈലി ഡൈനാമിക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സിനർജിയ ബിസിനസ് വർക്ക്ഷോപ്പിന് പ്രധാന നേതൃത്വം കൊടുത്തത് സൗദിയിലെ മുൻനിര കൺസൾട്ടൻസികളിലൊന്നായ IIBS ആയിരുന്നു. ജിദ്ദക്കരം ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ IIBS ചെയർമാൻ ഡോക്ടർ ഫിറോസ് ഉമർ ആര്യൻ തൊടിക ആമുഖ പ്രഭാഷണം നടത്തി. മാനേജിംഗ് ഡയറക്ടർ ആബിദ് ആര്യൻ തൊടിക, മാർക്കറ്റിംഗ് മാനേജർ നാഷിദ് സൽമാൻ, ഓപ്പറേഷൻ ഹെഡ് നജ്മൽ കാരട്ടുതൊടി, KT സുനീർ, മുഹമ്മദ് കുട്ടി, സലാഹ് കാരാടൻ, മാധ്യമപ്രവർത്തകരായ വഹീദ് സമാൻ, സാലിഹ്, ഫിർദൌസ് ഷേഖ് എന്നിവർ സംസാരിച്ചു. റിയാദ് അൽ മലാസയിൽ നടന്ന പരിപാടിയിൽ സുലൈമാൻ ഊരകം, അർഷദ് വെല്ലൂർ തുടങ്ങിയവർ സംസാരിച്ചു. സുൽഫിക്രോദായി, അമൃത ന്യൂസ്, ജിദ്ദ. സിനർജിയ സൗദി അറേബ്യയുടെ വിഷൻ 2030 പിന്തുണയേകുന്ന സുസ്ഥിര പദ്ധതികളുടെ ഭാഗമായി ആദ്യ സോളാർ പ്രോജക്ട് യാഥാർത്ഥ്യമാക്കി ലുലു. റിയാദ് സെൻട്രൽ വെയർ ഹൌസിലാണ് ആദ്യ സോളാർ ലുലു പ്രോജക്ട് സ്ഥാപിച്ചത്. 502.7 കിലോവാട്ടിന്റെ റൂഫ് ടോപ്പ് സോളാർ പാനലാണ് ലുലു സെൻട്രൽ വെയർ ഹൌസിൽ യാഥാർത്ഥ്യമായത്. പ്രതിവർഷം 846 മെഗാവാട്ട് ഊർജ്ജം ഉത്പാദിപ്പിക്കാൻ പുതിയ സോളാർ പ്രൊജക്ടിലൂടെ കഴിയും. ഇതിലൂടെ പ്രതിവർഷം 382 മെട്രിക് ടൺ വരെയായി കാർബൺ എമിഷൻ കുറയ്ക്കാനാകും. ഏകദേശം 9,000-ഓളം പുതിയ ചെടികൾ നടുന്നതിന് തുല്യമാണിത്. റിയാദ് സെൻട്രൽ വെയർ ഹൌസിലെ ലുലുവിന്റെ പ്രവർത്തനം സോളാർ പാനലിന്റെ ഊർജ്ജം ഉപയോഗപ്പെടുത്തിയാകും. സൗദി ഇലക്ട്രിസിറ്റി കമ്പനിയുമായി സഹകരിച്ചാണ് പദ്ധതി. സൗദിയുടെ സുസ്ഥിര വികസന നയങ്ങൾക്കൊപ്പമുള്ള ചുവടുവെപ്പാണിതെന്നും ലുലു സൗദി ഡയറക്ടർ ഷഹീം മുഹമ്മദ് വ്യക്തമാക്കി. സുസ്ഥിരതയ്ക്ക് കരുത്തേകുന്നതാണ് ലുലുവിന്റെ ചുവടുവെപ്പെന്ന് യൂസഫ് ബിൻ അഹമ്മദ് ഖാനു ഹോൾഡിംഗ് ഡയറക്ടർ ഫൈസൽ ഖാലിദ് ഖാനു പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയും തമ്മിലുള്ള ചർച്ച വാക്കേറ്റത്തിനൊടുവിൽ അലസിപ്പിരിഞ്ഞു. ചർച്ചയ്ക്കൊടുവിൽ വൈറ്റ് ഹൌസ് വിട്ട് പുറത്തുപോകാൻ ട്രംപ് സെലൻസ്കിയോട് ആജ്ഞാപിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. തർക്കത്തിനു പിന്നാലെ സംയുക്ത വാർത്താ സമ്മേളനവും റദ്ദാക്കി. അപൂർവ ധാതു കരാറിൽ ഒപ്പുവയ്ക്കാൻ US-ലെത്തിയ യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടന്ന കൂടിക്കാഴ്ചയിലാണ് നാടകീയ രംഗങ്ങളുണ്ടായത്. വൈറ്റ് ഹൌസിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ച് ഇരുവരും തമ്മിൽ പരസ്യ വാക്പോര് നടന്നു. റഷ്യക്കെതിരെ പ്രതിരോധം തീർക്കാനുള്ള പിന്തുണയും യുദ്ധാനന്തരമുള്ള സുരക്ഷാ ഉറപ്പും നൽകണമെന്ന സെലൻസ്കിയുടെ അഭ്യർത്ഥന ട്രംപിനെ പ്രകോപിപ്പിക്കുകയായിരുന്നു. യുദ്ധം അവസാനിപ്പിക്കേണ്ടത് നയതന്ത്രത്തിലൂടെയാണെന്ന US വൈസ് പ്രസിഡന്റ് JD വാൻസിനോട് എന്തുതരം നയതന്ത്രമെന്ന് സെലൻസ്കി തിരിച്ചു ചോദിച്ചു. ഒപ്പം റഷ്യൻ പ്രസിഡന്റ് ധാരണകൾ ലംഘിച്ചതിന്റെ ഉദാഹരണങ്ങളും എടുത്തുകാട്ടി. പിന്നാലെ വാൻസ് ക്ഷുഭിതനായി. ഒടുവിൽ വാക്കുതർക്കം ട്രംപ് ഏറ്റെടുത്തു. സുരക്ഷാ വ്യവസ്ഥ വേണമെന്ന് പറയാൻ നിങ്ങൾക്ക് അവകാശമില്ലെന്നും 3ാം ലോക മഹായുദ്ധമാണോ ലക്ഷ്യമെന്നും ട്രംപ് ചോദിച്ചു. യുക്രൈന് ഫണ്ട് നൽകിയ ബൈഡനെ വിഡ്ഢിയായ പ്രസിഡന്റെന്ന് പരിഹസിക്കുകയും ചെയ്തു. In 2 weeks. In 3 days. I heard it from Putin. In 3 days. This is something maybe new. Less. In 2 weeks. Of course he has. It's going to be a very hard thing to do business like this. I tell you. പിന്നെ അധിക നേരം ചർച്ച നീണ്ടില്ല. സംയുക്ത വാർത്താ സമ്മേളനം റദ്ദാക്കി. സമാധാനം ആവശ്യമെന്ന് തോന്നിയാൽ സെലൻസ്കിക്ക് തിരിച്ചുവരാമെന്ന് ട്രംപ് പിന്നീട് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സെലൻസ്കിയാകട്ടെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനും നിന്നില്ല. പിന്നീട് എക്സിൽ അമേരിക്കയോട് നന്ദി പറഞ്ഞു. യുക്രൈന് ആവശ്യം നിലനിൽക്കുന്ന സമാധാനമാണ്. അതിനുവേണ്ടിയുള്ള കഠിനാധ്വാനത്തിലാണ് ഞങ്ങളെന്നും സെലൻസ്കി കുറിച്ചു. യുക്രൈനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായ ഒരു ചർച്ചയാണ് ഇത്തരത്തിൽ അവസാനിച്ചത്. ന്യൂസ് ഡെസ്ക്, അമൃത TV. കോഴിക്കോട് താമരശ്ശേരിയിൽ സഹപാഠികളുടെ മർദ്ദനമേറ്റ് മരിച്ച 10ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസിന് ജന്മനാടിന്റെ യാത്രാമൊഴി. പൊതുദർശനത്തിന് ശേഷം മൃതദേഹം കബറടക്കി. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഉച്ചയ്ക്ക് 1:40 ഷഹബാസിന്റെ മൃതദേഹം അവൻ കളിച്ചു വളർന്ന തറവാട്ട് വീട്ടിലേക്ക് എത്തിച്ചത്. പുതിയ വീടെന്ന സ്വപ്നം അവന് മുന്നിൽ പണിതീരാതെ നിൽക്കുന്നുണ്ടായിരുന്നു. ഉമ്മ ഉൾപ്പെടെയുള്ള ഏറ്റവും അടുത്ത ബന്ധുക്കളെ കാണിച്ച ശേഷം മൃതദേഹം ചുങ്കം ജുമാ മസ്ജിദിലെത്തിച്ചു. അവിടെ മയ്യിത്ത് നമസ്കാരം. തുടർന്ന് മതപഠനം നടത്തിയ കെടവൂർ മദ്രസയിൽ പൊതുദർശനം. സഹപാഠികളും നാട്ടുകാരും പ്രിയപ്പെട്ടവന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. നിലയിലാണ്
അങ്ങനെ സന്തോഷവും സന്താപവും ഒന്നിച്ചു പങ്കുവച്ചവർക്കിടയിൽ നിശ്ചലനായി അവൻ കിടന്നു. 1 മണിക്കൂർ നീണ്ട പൊതുദർശനത്തിന് ശേഷം 5 മണിയോടെ മദ്രസയ്ക്ക് പിന്നിലുള്ള ജുമാ മസ്ജിദിലെ കബറിടത്തിൽ അന്ത്യവിശ്രമം. 3 അനിയന്മാരുടെ പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ, കാൽപന്ത് കളിയെ സ്വപ്നം കണ്ട 10ാം ക്ലാസ്സുകാരൻ ഒന്നും പറയാതെ യാത്രയായി. ആസൂത്രണം ചെയ്ത അന്ധകരായവർ ഒന്നോർക്കുക, നിങ്ങൾ ഇല്ലാതെയാക്കിയത് ഒരു കുടുംബത്തെ ഒന്നാകെയാണ്. അമൃത ന്യൂസ്, കോഴിക്കോട്. ഷഹബാസിന് ക്രൂരമായ മർദ്ദനമേറ്റെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ. ആക്രമണത്തിൽ തലയോട്ടി തകരുകയും നെഞ്ചിനേറ്റ മർദ്ദനത്തിൽ ആന്തരിക രക്തസ്രാവം ഉണ്ടായതായും റിപ്പോർട്ടിൽ പറയുന്നു. ഷഹബാസിനെ മർദ്ദിച്ച 5 വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കൊലക്കുറ്റം ചുമത്തി. കഴിഞ്ഞ ഞായറാഴ്ച ട്യൂഷൻ സെന്ററിൽ നടന്ന ഫെയർവെൽ പാർട്ടിക്കിടെയുണ്ടായ തർക്കത്തിന്റെ തുടർച്ചയായാണ് വിദ്യാർത്ഥികൾ വ്യാഴാഴ്ച ഏറ്റുമുട്ടിയത്. എള്ളേറ്റിൽ വട്ടോളിയിലെ MG ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയാണ് ഷഹബാസ്. ഇതേ സ്കൂളിലെ വിദ്യാർത്ഥികൾ നൃത്തം ചെയ്യുമ്പോഴാണ് സാങ്കേതിക തടസ്സമുണ്ടായി പാട്ട് നിലച്ചതും താമരശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ ഇവരെ കൂവുന്നതും. ഇതാണ് പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം. ഗുരുതരമായ ആക്രമണത്തിൽ പരിക്കേറ്റ മുഹമ്മദ് ഷഹബാസ് പുലർച്ചെ 1 മണിയോടെയാണ് മരണത്തിന് കീഴടങ്ങിയത്. സംഘർഷത്തിനിടെ നഞ്ചക്കെന്ന ആയുധം കൊണ്ട് തലയ്ക്കടിയേറ്റ ഷഹബാസ് വീട്ടിലെത്തി വൈകാതെ ബോധരഹിതനാവുകയായിരുന്നു. ഈ 7 മണിക്ക് വരുന്ന വിറങ്ങെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അത് തൊട്ടടുത്ത് ആ വീടിൻ്റെ ഗേറ്റിൻ്റെ അവിടെ ഇറക്കിയിട്ട് പോയിക്കാഞ്ഞതാണ്. ആടുന്ന് ഓലാണ് ഇവിടെ വിവരം കൊടുക്കുന്നത്. അങ്ങനെ ഓല് വന്ന് ഇവിടെ കൊണ്ടുവന്ന് ഞാൻ നോക്കുമ്പോൾ ഇവന് അനങ്ങാൻ പറ്റുന്നില്ല. ഇവന് ഒന്നും സംസാരിക്കുന്നില്ല. എനിക്കെന്ത് പറ്റിയെന്ന് ഉമ്മയും ബാപ്പയും ഒക്കെ ചോദിച്ചിട്ട് ഇവന് മിണ്ടാൻ കഴിയുന്നില്ല. അവസാനം ഉമ്മനോട് പറഞ്ഞു എനിക്ക് തലൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ആവുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഇവന് കട്ടിൻ്റെ മുകളിൽ കമന്ന് കിടന്ന് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിയും വായിന്ന് നൊര വന്നതിനോട് കൂടെ തന്നെ എന്തായി ഛർദ്ദിക്കുകയും ചെയ്തു. കുറ്റാരോപിതരായ 5 വിദ്യാർത്ഥികൾക്കെതിരെയും പോലീസ് കൊലക്കുറ്റം ചുമത്തി. 5 പേരെയും വെള്ളിമാടുകുന്നിലെ ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റി. SSLC വിദ്യാർത്ഥികളായി ഇവർക്ക് പരീക്ഷ എഴുതാൻ ബോർഡ് അനുമതി നൽകിയിട്ടുണ്ട്. ആക്രമണം ബോധപൂർവമായിരുന്നെന്ന് തെളിയിക്കുന്ന അക്രമികളുടെ ശബ്ദരേഖാ സന്ദേശങ്ങളും പുറത്തുവന്നു. പിന്നെ ഫഹദേ, ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, ഷഹബാസിനെ ഞാൻ കൊല്ലുന്നു. അത് ഞാൻ പറഞ്ഞു അവൻ്റെ കണ്ണൊന്ന് പോയോ കിട്ടോ? ഈ കണ്ണൊന്നും ഇല്ലോ. സൂര്യേ, എൻ്റെ വാപ്പ വിളിച്ചിരുന്നു, എൻ്റെ ഫുള്ളാ കൂട്ടത്തിൽ മരിച്ചു കഴിഞ്ഞാലും വലിയ വിഷയമൊന്നും അത് കേസെടുക്കുമല്ലോ പോലീസ്. അതേസമയം ഷഹബാസിന് ക്രൂരമായ മർദ്ദനമേറ്റെന്നത് സ്ഥിരീകരിക്കുന്നതാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഷഹബാസിന്റെ വലത് ചെവിയുടെ മുകളിലായി തലയോട്ടി തകർന്നു. നെഞ്ചിനേറ്റ മർദ്ദനത്തിൽ ആന്തരിക രക്തസ്രാവമുണ്ടായി. ചെവിയുടെ പിന്നിലും കണ്ണിലും മർദ്ദനമേറ്റതായും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. ആലപ്പുഴയിൽ പ്രതിഭ MLAയുടെ മകനെതിരായ കഞ്ചാവ് കേസിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്ന് കണ്ടെത്തൽ. MLAയുടെ പരാതിയിൽ എക്സൈസ് കമ്മീഷണർ തയ്യാറാക്കിയ റിപ്പോർട്ട് ദക്ഷിണ മേഖല ജോയിന്റ് എക്സൈസ് കമ്മീഷണർക്ക് സമർപ്പിച്ചു. നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റി. മകനെതിരായ കേസിന്റെ വിവരങ്ങൾ MLA അറിയിച്ചതിലും വീഴ്ച സംഭവിച്ചുവെന്ന് റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. കേസ് അന്വേഷിച്ച മുഴുവൻ ഉദ്യോഗസ്ഥരുടെയും മൊഴിയെടുത്ത ശേഷമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ മൊഴിയെടുപ്പിനായി വിളിച്ച ശേഷം തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത്. മകനെതിരെ കേസില്ല എന്ന് ആദ്യം MLAയോട് പറഞ്ഞ ഉദ്യോഗസ്ഥർ സ്റ്റേഷനിൽ കൊണ്ടുവന്ന ശേഷം വിട്ടയക്കുമെന്നും പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് MLA സാമൂഹ്യ മാധ്യമത്തിൽ പ്രതികരണം നടത്തിയത്. ഫേസ്ബുക്ക് ലൈവിൽ വന്ന് കേസില്ല എന്നും തെറ്റായ വാർത്തയാണ് പ്രചരിക്കുന്നതെന്നുമായിരുന്നു MLAയുടെ പരാമർശം. പിന്നീടാണ് മകനടക്കമുള്ളവർക്കെതിരായ FIR പുറത്തുവരുന്നത്. എന്നാൽ പിടികൂടിയ 9 പേരിൽ MLAയുടെ മകനടക്കം 7 പേരെ വൈദ്യപരിശോധനയ്ക്കും കൊണ്ടുപോയിരുന്നില്ല. അവർ കഞ്ചാവോ ലഹരിയോ ഉപയോഗിച്ചതായി ഇക്കാരണത്താൽ കണ്ടെത്താൻ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞില്ല. കഞ്ചാവ് വലിച്ചെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് മാത്രമായിരുന്നു കേസിന് ആധാരം. ഇവർ കഞ്ചാവ് വലിക്കുന്നതായി കണ്ടെന്ന ദൃക്സാക്ഷി മൊഴിയും രേഖപ്പെടുത്തിയിരുന്നില്ല. ഈ വസ്തുതകളെല്ലാം കണക്കിലെടുത്ത് ജോയിന്റ് എക്സൈസ് കമ്മീഷണർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥരോട് വിശദീകരണം തേടും. ഇതിന്റെ അടിസ്ഥാനത്തിലാകും ഇനിയുള്ള തുടർ നടപടികൾ. അമൃത ന്യൂസ്, ആലപ്പുഴ. സംസ്ഥാനത്ത് ലഹരി വ്യാപനം രൂക്ഷമെന്നും സർക്കാർ ലഹരി മാഫിയയെ സംരക്ഷിക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ലഹരിയുടെ ഉറവിടം കണ്ടുപിടിക്കാൻ എക്സൈസിന് കഴിയുന്നില്ല. എല്ലായിടത്തും ലഹരി പാർട്ടികൾ നടക്കുന്നുണ്ടെങ്കിലും ഒറ്റിക്കൊടുക്കുന്ന കേസുകൾ മാത്രമാണ് പിടികൂടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. SFI നേതാക്കൾക്ക് ലഹരി ഉപയോഗിക്കാൻ പണം നൽകിയില്ലെങ്കിൽ ആക്രമിക്കുന്നുവെന്നും ലഹരി ഉപയോഗം തടയുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്നും സതീശൻ പറഞ്ഞു. ഇതുവരെ ഉണ്ടാകാത്ത തരത്തിലുള്ള അക്രമങ്ങളാണ് വ്യാപിക്കുന്നത്. കുട്ടികളുടെ ഇടയിൽ
ലഹരി വ്യാപകമായി വ്യാപിക്കപ്പെടുകയാണ്, ലഹരി വ്യാപകമായി വിതരണം ചെയ്യുകയാണ്. ഏറ്റവും ലഹരി വസ്തുക്കൾ കേരളത്തിൽ ഏറ്റവും സുലഭമായ സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു. ഗവൺമെൻറ് എന്താ ചെയ്യുന്നത്? കൺസ്യൂമേഴ്സിനാണ്, ചെറിയ ക്വാണ്ടിറ്റി കയ്യിലുള്ള ഇത് ഉപയോഗിക്കുന്ന ആളുകളെ മാത്രമാണ് വിളിക്കുന്നത്. ഒരിക്കലും ഇതിൻ്റെ സോഴ്സ് എവിടെയാണെന്ന് അന്വേഷിച്ച് ഒരു ഗവൺമെൻറ് ഏജൻസിയും പോകുന്നില്ല, എക്സൈസും പോകുന്നില്ല, പോലീസും പോകുന്നില്ല. പറഞ്ഞല്ലോ, മിനിറ്റുകൾക്ക് മാർക്ക് വേണമെങ്കിലും ഏറ്റവും മാരകമായ ഈ സബ്സ്റ്റൻസ് കിട്ടുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുകയാണ്. ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിൽ ശക്തമായ ഹിമപാതത്തിൽ കുടുങ്ങിയ 55 പേരിൽ 50 പേരെയും രക്ഷപ്പെടുത്തി. പരിക്കേറ്റ 3 പേരെ ജോഷിമഠ് സൈനിക ആശുപത്രിയിലേക്ക് മാറ്റി. ഇനി 5 പേരെ കൂടി രക്ഷപ്പെടുത്താനുണ്ട്. ഇതിനായുള്ള ശ്രമം തുടരുകയാണ്. റോഡ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികളാണ് മഞ്ഞിനടിയിൽ അകപ്പെട്ടത്. പലരും ഗുരുതരാവസ്ഥയിലാണെന്നും വിവരമുണ്ട്. ബദ്രിനാഥ് ധാമിന് 3 കിലോമീറ്റർ അകലെ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ക്യാമ്പിന് സമീപമാണ് സംഭവം. പ്രദേശത്ത് 7 അടി ഉയരത്തിൽ മഞ്ഞ് വീണ് കിടക്കുന്നതായി രക്ഷാപ്രവർത്തകർ വ്യക്തമാക്കുന്നു. മഞ്ഞുവീഴ്ചയും മഴയും രക്ഷാപ്രവർത്തനത്തിന് കനത്ത വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത്. വിനോദയാത്ര പോയി ഹിമാചൽ പ്രദേശിലെ മണാലിയിൽ കുടുങ്ങിയ മലയാളി വിദ്യാർത്ഥികളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതായി റിപ്പോർട്ട്. ആശങ്കപ്പെടേണ്ടതില്ലെന്ന് അധികൃതർ അറിയിച്ചു. കാസർഗോഡ് ചീമേനി എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും വിനോദയാത്രയ്ക്ക് പോയ 3ാം വർഷ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് മഞ്ഞുവീഴ്ചയിൽപ്പെട്ടത്. കഴിഞ്ഞ മാസം 20-നാണ് ഇവർ യാത്ര പോയത്. കുളു മണാലിയിലെത്തിയ സംഘം മഞ്ഞുവീഴ്ച കാരണം 2 ദിവസം പുറത്തിറങ്ങാനാകാതെ കഴിഞ്ഞു. വിനോദയാത്ര ഒഴിവാക്കി ഡൽഹിയിലേക്ക് മടങ്ങവേ ഇന്നലെ രാത്രി റോഡിലേക്ക് മണ്ണിടിഞ്ഞതിനെ തുടർന്നാണ് സംഘം കുടുങ്ങിയത്. വനിതാ ശാക്തീകരണത്തിന്റെ വിളംബരമായ കർമ്മയോഗിനി സംഗമത്തിനൊരുങ്ങി കന്യാകുമാരി ജില്ലയിലെ നാഗർകോവിൽ. അമൃത യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നാളെ നടക്കുന്ന സംഗമത്തിൽ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി പങ്കെടുക്കും. കർമ്മയോഗിനി സംഗമത്തിൽ RSS സർക്കാര്യവാഹക് ദത്താത്രേയ ഹൗസബലെ മുഖ്യപ്രഭാഷണം നടത്തും. തമിഴ്നാട്ടിൽ നിന്നുള്ള 1,00,000 വനിതകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് കർമ്മയോഗിനി സംഗമത്തിന് കന്യാകുമാരി ജില്ലയിലെ നാഗർകോവിൽ വേദിയാകുന്നത്. മഹാറാണി അഹല്യാഭായ് ഹോൾക്കാറുടെ 300ാം ജന്മവാർഷികവും രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ 100ാം വാർഷികത്തിന്റെയും ഭാഗമായിട്ടാണ് കർമ്മയോഗിനി സംഗമം. നാഗർകോവിൽ അമൃത യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന സംഗമത്തിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം സർക്കാര്യവാഹക് ദത്താത്രേയ ഹൊസബാളയാണ് മുഖ്യപ്രഭാഷകൻ. സ്ത്രീകളുടെ കൂട്ടായ സംരംഭമായ വൈഭവശ്രീയുടെ രജത ജൂബിലി ആഘോഷവും വനിതാ ശാക്തീകരണ പദ്ധതിയുടെ ഉദ്ഘാടനവും സംഗമത്തിന്റെ ഭാഗമായി നടക്കും. നിഷ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ടെസ്സി തോമസ് അധ്യക്ഷത വഹിക്കും. ആധ്യാത്മിക രംഗത്തെ പ്രമുഖ വനിതകളെ കർമ്മയോഗിനി സംഗമത്തിൽ പാദപൂജ ചെയ്ത് ആദരിക്കും. രാജ്യത്തിനു വേണ്ടി സേവനമനുഷ്ഠിച്ച സ്ത്രീകളെക്കുറിച്ചുള്ള പുസ്തകങ്ങളും പ്രകാശനം ചെയ്യും. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെയും സർഗപ്രതിഭകളെയും ധീരവനിതകളെയും ആദരിച്ച് പുരസ്കാരങ്ങൾ നൽകും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ കുടുംബത്തിന്റെ കടബാധ്യത അറിഞ്ഞിരുന്നില്ലെന്ന് ഗൃഹനാഥൻ അബ്ദുൾ റഹീമിന്റെ മൊഴി. വീട്ടുകാരുമായി നിരന്തരം ബന്ധപ്പെടാൻ സാധിച്ചിരുന്നില്ല. കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റതാണെന്ന മൊഴി വീണ്ടും മജിസ്ട്രേറ്റിന് മുൻപാകെ ഷെമി ആവർത്തിച്ചു. പ്രതി അഫാനെ കസ്റ്റഡിയിൽ ലഭിക്കാൻ പോലീസ് ഉടൻ അപേക്ഷ നൽകും. സംസ്ഥാനത്ത് നടക്കിയ വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ കുടുംബത്തിന്റെ കടബാധ്യതയാണ് കാരണമായതെന്നാണ് പ്രതി അഫാൻ പോലീസിന് നൽകിയ മൊഴി. എന്നാൽ ഈ മൊഴി പൂർണ്ണമായും തള്ളുകയാണ് അഫാന്റെ പിതാവ് റഹീം. 65 ലക്ഷം രൂപയോളം കടബാധ്യത കുടുംബത്തിന് നാട്ടിലുള്ളതായി അറിയില്ലെന്നായിരുന്നു പ്രതി അഫാന്റെ പിതാവ് റഹീമിന്റെ മൊഴിയിലുള്ളത്. ബാങ്ക് ലോൺ അടക്കം നാട്ടിൽ 15 ലക്ഷം രൂപയുടെ കടമുള്ളതായി അറിയാമെന്നും മറ്റൊന്നിനെക്കുറിച്ചും തനിക്കറിയില്ലെന്നും റഹീം പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. തൊഴിൽ പെർമിറ്റ് പുതുക്കാൻ സാധിക്കാതെ വർഷങ്ങളായി വിദേശത്തകപ്പെട്ടു പോയ അബ്ദുൾ റഹീമിനെ ഫർസാനയും അഫാനുമായുള്ള ബന്ധം അറിയാമായിരുന്നു. അഫാൻ പണയം വെച്ച ഫർസാനയുടെ സ്വർണ്ണമെടുക്കാൻ 60,000 രൂപ താൻ അയച്ചു നൽകിയെന്നും റഹീം പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. വിദേശത്തെ കച്ചവടത്തിലുണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ട് ഒരു തരത്തിലും കുടുംബത്തെയോ മകനെ അറിയിച്ചിരുന്നില്ലെന്നും റഹീം മൊഴിയിൽ പറയുന്നു. അതേസമയം മകൻ ആക്രമിച്ചത് മറച്ചുവെച്ചുള്ള മൊഴിയാണ് ചികിത്സയിൽ കഴിയുന്ന ഷെമി മജിസ്ട്രേറ്റിന് മുന്നിൽ വീണ്ടും ആവർത്തിച്ചത്. കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റതെന്നായിരുന്നു ഷെമിയുടെ മൊഴി. അതേസമയം റിമാൻഡിലുള്ള അഫാനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ ഉടൻ പോലീസ് അപേക്ഷ നൽകും. മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന് പ്രതി അഫാന്റെ മാനസിക നില ഉൾപ്പെടെ തൃപ്തികരമാണെന്ന് വിലയിരുത്തിയാൽ അഫാനെ ആശുപത്രിയിൽ നിന്ന് ഉടൻ ഡിസ്ചാർജ് ചെയ്യും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തമിഴ്നാട്ടിലെ ഡിണ്ടിഗലിൽ സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ച് മലയാളി മരിച്ചു. കോട്ടയം പൊൻകുന്നം കൂരാലി സ്വദേശി സാബു ജോണാണ് മരിച്ചത്. 59 വയസ്സായിരുന്നു. ഡിണ്ടിഗൽ സിരുമല പാതയിൽ വനത്തിനോട് ചേർന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിന് 4 ദിവസത്തോളം പഴക്കമുണ്ട്. മൃതദേഹത്തിനരികിൽ നിന്നും ജലാറ്റിൻ സ്റ്റിക്കും വയറുകളും കണ്ടെത്തി. NIA ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘങ്ങൾ പരിശോധന നടത്തി. ഇടുക്കി മേലേച്ചിനാർ സ്വദേശിയായ സാബു പൊൻകുന്നത്താണ് താമസം. ഡിണ്ടിഗലിൽ മാമ്പഴത്തോട്ടം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്തു വരികയായിരുന്നു. 1 മാസം മുമ്പാണ് ഇദ്ദേഹം തമിഴ്നാട്ടിലെത്തിയത്. ഒരാഴ്ചയായി ഫോണിൽ വിളിച്ചു കിട്ടാത്തതിനാൽ ബന്ധുക്കൾ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു.
സെക്രട്ടേറിയറ്റ് നടയിൽ ആശാ വർക്കർമാർ നടത്തുന്ന സമരം 20ാം ദിവസത്തിലെത്തിയിട്ടും പ്രശ്നത്തിന് പരിഹാരമാകുന്നില്ല. സമരം നേരിടാൻ മറ്റു മാർഗങ്ങൾ തേടുകയാണ് സർക്കാർ. ഇതിനിടെ സമരത്തിന് പിന്തുണയുമായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും എത്തി. ആശാ വർക്കർമാരുടെ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിക്കുമെന്നും സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് ചെയ്യണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. വേതന വർധനവും മറ്റ് ആനുകൂല്യങ്ങളും ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റ് മുന്നിലെ പൊരിവെയിലത്ത് കഴിഞ്ഞ 20 ദിവസമായി ആശാവർക്കർമാർ സമരത്തിലാണ്. നിരവധി പേർ ഇവർക്ക് പിന്തുണയുമായി എത്തിക്കൊണ്ടിരിക്കുന്നു. UDF BJP നേതാക്കൾക്ക് പുറമെ സാമൂഹ്യ സന്നദ്ധ സംഘടനാ പ്രവർത്തകരും പിന്തുണയുമായി എത്തുകയാണ്. ആശാവർക്കർമാർ ഉന്നയിക്കുന്ന വിഷയത്തെ ഗൗരവത്തോടെ സർക്കാർ കാണണമെന്നും ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കണമെന്നും വിവിധ കോണുകളിൽ നിന്ന് ആവശ്യമുയരുന്നു. അതേസമയം സംസ്ഥാനം ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാരാണ് പണം തരാതിരിക്കുന്നതെന്നും 100 കോടി രൂപ കിട്ടാനുണ്ടെന്നും സംസ്ഥാന സർക്കാർ വാദിക്കുന്നു. ആശമാരുടെ സമരത്തിൽ സർക്കാർ കേന്ദ്രത്തെ പഴിചാരുമ്പോഴാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സമരക്കാർക്ക് പിന്തുണയുമായി എത്തിയത്. പ്രശ്നങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയ കേന്ദ്രമന്ത്രി വിഷയം താൻ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുമെന്ന് വ്യക്തമാക്കി. കേന്ദ്രത്തെ പഴിചാരുന്നതിന് പകരം സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടതൊക്കെ ചെയ്യണമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. അതിനിടെ സമരക്കാരെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് മന്ത്രിമാരടക്കം CPM നേതാക്കൾ. സമരത്തെ നേരിടാൻ ബദൽ മാർഗങ്ങളും ആരോഗ്യവകുപ്പ് തേടുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കായിക വാർത്തകൾ നോക്കാം. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിന്റെ 2ാം ഇന്നിംഗ്സിൽ കേരളത്തിനെതിരെ വിദർഭ മികച്ച ലീഡിലേക്ക്. 4ാം ദിനം അവസാനിക്കുമ്പോൾ 4 വിക്കറ്റ് നഷ്ടത്തിൽ 249 റൺസ് എന്ന നിലയിലാണ് വിദർഭ. വിദർഭയ്ക്ക് 286 റൺസ് ലീഡായി. 132 റൺസോടെ കരുൺ നായരും ക്യാപ്റ്റൻ അക്ഷയ് വദ്കറുമാണ് ക്രീസിൽ. ഒരു ദിവസം മാത്രം ശേഷിക്കെ കേരളത്തിന് മത്സരത്തിലേക്ക് തിരിച്ചുവരവ് ദുഷ്കരമാണ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.